ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് UTIയുടെ പാൻ കാർഡിന് റീപ്രിന്റ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് റീപ്രിന്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനായിട്ട് അറിയാലോ എന്താണ് റീപ്രിന്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ പാൻ കാർഡ് നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ ഡാമേജ് ആയി പോവുകയോ അതുമല്ല മറ്റൊരു അഡീഷണൽ കോപ്പി കൂടി വേണമെന്നുള്ളവർക്ക് 50 രൂപ പേയ്മെന്റ് അടച്ചിട്ട് ചെയ്യാനുള്ള സൗകര്യമാണ് റീപ്രിന്റ് ഓപ്ഷൻ എന്നുള്ളത്. മൊബൈൽ നമ്പറോ ഇമെയിൽ ID ഉള്ളവർക്ക് മാത്രമാണ്, പഴയ ഡാറ്റാബേസിൽ ഉള്ളവർക്ക് മാത്രമാണ് ഈ ഒരു റീപ്രിന്റ് സൗകര്യം ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. അല്ലാത്ത ആളുകൾ CSF ഫോം ഉപയോഗിച്ചിട്ട് കറക്ഷൻ ചെയ്തതിനു ശേഷം വേണം നമുക്ക് അപേക്ഷ കൊടുക്കാനായിട്ട്. അപ്പൊ അതിനായിട്ട് നമ്മളിവിടെ റീപ്രിന്റ് പാൻ കാർഡ് എന്നുള്ള സെക്ഷൻ ഭാഗത്തോട്ട് വരിക. ഇവിടെ നമുക്ക് പാൻ കാർഡ് നമ്പർ, ആധാർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് ഓപ്ഷൻ കൊടുക്കാനുള്ള ഓപ്ഷനുകളുണ്ട്, ക്യാപ്ച കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് പാൻ കാർഡ് നമ്പറും ഡേറ്റ് ഓഫ് ബർത്തിലെ മാസവും വർഷവും മാത്രം കൊടുത്താൽ മതി. അതിനെന്നും കൊടുക്കുക. ആൻഡ് ആധാർ നമ്പർ എന്നുള്ളത് മാൻഡേറ്ററി അല്ല, അതുകൊണ്ട് കൊടുക്കണമെന്ന് വലിയ നിർബന്ധമില്ല. എങ്കിലും ഇൻഡിവിജ്വൽ കേസുകളിൽ ആധാർ നമ്പർ കൂടി കൊടുക്കുന്നത് നല്ലതാണ്. ക്യാപ്ച കൂടി രേഖപ്പെടുത്തിയ ശേഷം സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസുകൾ വെരിഫൈ ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. നമ്മുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഒക്കെ കസ്റ്റമറുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഇവിടെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടാവും. അതിന്റെ അവസാനത്തെ 3 അക്കം, തുടക്കത്തിലെ 2 അക്കം ആയിരിക്കും കാണിക്കുക. ഇമെയിൽ ID അതുപോലെ തന്നെ കാണിച്ചിട്ടുണ്ടാവും, അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടാവും. ശേഷം ക്യാപ്ച ഒന്നുകൂടി ടൈപ്പ് ചെയ്യുക. ഇവിടെ നമുക്ക് ബോത്ത് ഓപ്ഷൻ ഉണ്ട്, ഓൺലി ഇമെയിൽ ഉണ്ട്, ഓൺലി SMS ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ചൂസ് ചെയ്യാം. ബോത്ത് ആണെങ്കിൽ ബോത്ത് തന്നെ സെലക്ട് ചെയ്ത ശേഷം ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്ത് ഗെറ്റ് OTP എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. OTP നമ്മുടെ മൊബൈലിലേക്കും ഇമെയിൽ IDയിലോട്ടും സെൻഡ് ആയിട്ടുണ്ടെന്ന് കാണിക്കും. വന്നിരിക്കുന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമുക്ക് പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. ഇവിടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നിർബന്ധമില്ല. ബിൽ ഡെസ്ക് സെലക്ട് ചെയ്യുക, കൺഫേം പേയ്മെന്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് എന്തുപയോഗിച്ചിട്ടാണ് നമ്മൾ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് അത് നമുക്ക് ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ QR കോഡ് ഉപയോഗിക്കുന്നു. ക്ലിക്ക് ഹിയർ ടു സ്കാൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. QR കോഡ് കംപ്ലീറ്റ് ചെയ്ത് സ്കാൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു അപേക്ഷ പൂർത്തീകരിക്കുക. അപേക്ഷ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു ജനറേറ്റ് ആയിട്ട് വരുന്നതാണ് ഒരു സ്ലിപ്പ്. കസ്റ്റമർക്ക് അതിന്റെ പ്രിന്റ് എടുത്ത് കൊടുക്കാം. നമ്മൾ അപേക്ഷ കൊടുത്തതിന് തെളിവായിട്ട് നമുക്കൊരു സ്ലിപ്പ് ഇവിടെ ജനറേറ്റ് ആയിട്ട് വരും. അത് പ്രിന്റ് എടുത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ UTIയുടെ പാൻ കാർഡിന് റീപ്രിന്റ് അപേക്ഷ കൊടുക്കുന്നത്.